ഇന്നലെ കൂടുതൽ അല്ലേ ഫേസ്ബുക്കിലെ സ്റ്റാറ്റസ് സ്റ്റോറി അതിലൊക്കെ വന്നത് ഇങ്ങനെ കൈപിടിച്ച് എൻ്റെ അഭിമാനം അവകാശം എന്നൊക്കെ പറഞ്ഞ ചിത്രങ്ങളാണ് നമ്മൾ വോട്ട് ചെയ്ത് ആ നീലമഷിയുമായിട്ട്. പക്ഷേ ഈ ചിലർക്കെങ്കിലും ഇപ്പോൾ വിവാഹം പോലെയുള്ള ചടങ്ങുകൾക്കൊക്കെ പോണവർക്ക് ഇതെങ്ങനെ മാച്ച് കളയുമെന്നുള്ള ചില കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും. അങ്ങനെ ആ കൺഫ്യൂഷൻ നിൽക്കുമ്പോൾ ഇത് നമ്മളിലേക്ക് ഈ ചായം അടിച്ചു തരുന്ന കുറച്ച് ഉദ്യോഗസ്ഥരുണ്ടല്ലോ എല്ലാ ബൂത്തുകളിലും, അവരുടെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ ഞെട്ടിപ്പോകുന്നതാണ് സത്യത്തിൽ. കാരണം അത്രയേറെ കൈകളിൽ മുഴുവൻ ഈ മഷി പടർന്ന അവസ്ഥയിലാണ് ഈ ജോലി ചെയ്യേണ്ടി വന്ന പല ഉദ്യോഗസ്ഥരും. ഇതെങ്ങനെ മായ്ക്കുമെന്നൊരു എത്തുംപിടുത്തമില്ല. ഇതിങ്ങനെ ഒരുപാട് ഈ മഷി കയ്യിൽ വന്നതുകൊണ്ട് തന്നെ പലർക്കും വല്ലാത്ത നീറ്റലും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ഗ്രൂപ്പുകളിൽ, സർക്കാർ ജീവനക്കാരുടെയൊക്കെ ഗ്രൂപ്പുകളിൽ ഇതൊക്കെ വലിയ ചർച്ചയായി മാറുകയും ചെയ്യുന്നുണ്ട്. അനന്തകൃഷ്ണൻ നമ്മളോട് വിവരങ്ങൾ പറയും. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഈ കണ്ട പ്രതികരണങ്ങളുണ്ട്. വെള്ളത്തിൽ കൈ മുക്കി വെച്ചിരിക്കുകയാണ്, വല്ലാത്ത നീറ്റൽ എന്നൊക്കെയാണ് പലരും പറയുന്നത്. നമുക്കിപ്പോൾ ഒറ്റ വരെ ഉള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇത് അറിയില്ല, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. പക്ഷേ ഈ വിരലുകളിൽ മുഴുവൻ ഇത് പറ്റിയവരുടെ കാര്യം കഷ്ടം തന്നെയാണ്. ഇത് എന്ത് ചെയ്യും? വല്ലാത്തൊരു ചർച്ച നടക്കുകയാണോ ഈ കാര്യത്തിൽ? ദിവസം നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോയിലെ റിപ്പോർട്ടറായ ജിബിൻ്റെ സഹോദരിയുടെ വിവാഹമാണ് അടുത്ത ദിവസം. അപ്പോൾ ജിബിൻ പറയുകയായിരുന്നു, വോട്ടിട്ട് വന്നതിന് ശേഷം സഹോദരി അല്പം ദുഃഖിതയാണ്. കാരണം ഈ വിരൽ പതിച്ചിരിക്കുന്ന ഈ മഷി അടയാളം മായ്ച്ചാൽ മാത്രമേ അവർക്ക് ഈ കയ്യിൽ നെയിൽ പോളിഷ് ഇടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലിരിക്കുകയാണ്. ഇത് ഞങ്ങൾ സംസാരിച്ചിരുന്ന് കുറച്ച് കഴിയുമ്പോഴാണ് എൻ്റെ ഒരു സർക്കാർ ജീവനക്കാരനെ സുഹൃത്ത് വിളിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർക്ക് പറ്റിയ ബുദ്ധിമുട്ടിനെ കുറിച്ച് വിവരിക്കുന്നത്. മാത്രമല്ല അവരുടെ ഗ്രൂപ്പുകളിൽ സജീവമായ ഒരു ചർച്ചയും നടക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അവർ ആ ഫോട്ടോയൊക്കെ എനിക്ക് അയച്ചത്. ആ ഫോട്ടോയാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതായത് നമ്മളിപ്പോൾ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ ഈ അവിടെ ഇരിക്കുന്ന സർക്കാർ ജീവനക്കാരൻ, തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥൻ നമ്മളുടെ വിരലിൽ ഇങ്ങനൊരു കുഞ്ഞു രീതിയിൽ ഒരു മഷി അടയാളം പുരട്ടുകയാണ് ചെയ്യുന്നത്. ഏതാണ്ട് ആ ബൂത്തിലെത്തുന്ന 1000-ഓളം വോട്ടർമാർക്ക് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ഈ മഷി ഇട്ട് കഴിഞ്ഞ ആ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതുവരെ? ഞാനിതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ മാത്രമാണ് എൻ്റെയും ശ്രദ്ധയിൽ ആ കാര്യം പെടുന്നത്. അവരുടെ കൈ നിറയെ മഷിയാണ്. അതായത് കൈയുടെ അകത്തും പുറത്തുമെല്ലാം ഈ മഷിയാണ്. ഇത് പെട്ടെന്ന് മായുന്ന മഷിയല്ല. ഇത് ഉണങ്ങിയാൽ അത് അവിടെ തന്നെ പറ്റിപ്പിടിച്ചിരിക്കുന്ന രീതിയിലാണ് ഈ മഷി സജ്ജീകരിച്ചിരിക്കുന്നത്. കാരണം കള്ളവോട്ട് ചെയ്യാതിരിക്കാൻ. അപ്പോൾ ഇവരുടെ ഗ്രൂപ്പുകളിലൊക്കെ സജീവമായി നടക്കുന്ന ചർച്ച ഈ മഷി എങ്ങനെ കളയാം എന്നുള്ളതാണ്. പലരും പറയുന്നത് ഈ മഷിയുടെ ബഹളം, ഇങ്ങനെ ഒരുപാട് മഷി പുരണ്ടത് കാരണം അവരുടെ കൈയൊക്കെ ഭയങ്കരമായിട്ട് നീറുന്നുണ്ട്. പലരും വെള്ളത്തിൽ കൈമുക്കി ഇരിക്കുകയാണ് ഈ നീറ്റൽ മാറ്റാൻ വേണ്ടി. അപ്പോൾ ചിലർ റെമഡികളുമായി വരുന്നുണ്ട്. പപ്പയയുടെ നീര് പുരട്ടിയാൽ ഇത് മാറ്റാൻ കഴിയും, അതല്ല അടക്കയുടെ തൊണ്ടിൽ നിന്ന് ചാറ് പിഴിഞ്ഞൊഴിച്ച് ഇത് മായ്ക്കാൻ കഴിയുമെന്നൊക്കെ. അതിനിടയിൽ ചില രസകരമായ കമൻറ്റുകളും ഈ ഗ്രൂപ്പുകളിൽ വരുന്നുണ്ട്. അതായത് ഇത് മായ്ക്കുന്ന എക്സ്പേർട്ടുകൾ കണ്ണൂരുണ്ട് എന്നൊക്കെ രീതിയിലുള്ള, അതൊരു മറ്റേ കള്ളവോട്ടുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള രസകരമായ പരാമർശങ്ങളാണ്. ഏതായാലും സർക്കാർ ജീവനക്കാരൊക്കെ ആകെ ബുദ്ധിമുട്ടിലാണ്. അവരുടെ കൈനിറയെ ഈ മഷി പുരണ്ടിരിക്കുന്നു. അതിനി മാറണമെങ്കിൽ കുറേ ദിവസം എടുക്കും. അത് പറയുന്നുണ്ട്. ഇത് മായ്ക്കുന്നത് ഇപ്പോൾ സർക്കാരിന് ഔദ്യോഗികമായിട്ട് ഇത് മായ്ക്കാൻ ഇന്ന സാധനം എന്ന് പറയാനും കഴിയില്ല. കാരണം അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ അവരനുഭവിക്കുക എന്നതേ തൽക്കാലം നിവൃത്തിയുള്ളൂ എന്ന് തോന്നുന്നു. ശരിയാണ് ചേട്ടാ.